ഹലോ പ്ലാൻ ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗാർഡൻ പുതിയൊരു രീതിയിലോട്ട് നമ്മൾ ആഗ്രഹിച്ച രീതിയിലോട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ ആയിരുന്നു കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതാ ഇപ്പോൾ നമ്മൾ ഈ ഒരു ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരോടായിട്ടാണ് പറയണത്. ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സെക്ഷൻ ഇൻഡോർ പ്ലാന്റ്സുകൾക്കായിട്ടും മറ്റൊരു സെക്ഷൻ ബൊഗൻവില്ല ചെടികൾക്കായിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കാണ് കേട്ടോ. ഈ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ UV ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ ഇൻഡോർ പ്ലാന്റ്സിന് അധികം വെയിൽ കിട്ടേണ്ടാത്തതുകൊണ്ടിട്ട് ഗ്രീൻ നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ഗ്രീൻ നെറ്റ് കംപ്ലീറ്റ് അഴിച്ചു മാറ്റിയിട്ട് ആ ഭാഗത്തേക്ക് നമ്മൾ ബൊഗൻവില്ല സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഡയറക്റ്റ് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് എടുക്കാൻ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെയറസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത്. ബൊഗൻവില്ലയിൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കുറച്ച് റെയറസ്റ്റ് പ്ലാന്റ്സുകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റും സൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യുക. ഓർഡർ ചെയ്യേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും. അതിൽ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കോളുകൾ പരമാവധി ഒഴിവാക്കുക. അത് മാത്രമല്ല നമ്മൾ പ്ലാന്റ്സുകൾക്ക് നമുക്ക് മറ്റൊരു ചാനൽ കൂടിയിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ കൂടുതൽ വരുന്ന സ്റ്റോക്കുകൾ 2 ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഇപ്പോൾ നല്ലതുപോലെ പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് മാത്രമല്ല ബൊഗൻവില്ല പ്ലാന്റ്സുകൾ ചുവന്ന മണ്ണിലാണ് വരുന്നത്. അതുകൊണ്ടിട്ട് തന്നെ നോർമൽ DTDCയുടെ ചാർജ് ആയിരിക്കത്തില്ല പ്ലാന്റ്സുകൾക്ക് വരുന്നത്. അത്യാവശ്യം കൊറിയർ ചാർജ് ഉണ്ടാവുന്നതാണ്. കാരണം ഈ മണ്ണ് അധികം ഇളക്കാതെ നിങ്ങളുടെ കയ്യിലേക്ക് ഈ പ്ലാന്റ്സുകൾ എത്തണം എന്നാണെന്നുണ്ടെങ്കിൽ എത്തിയാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് സേഫായിട്ട് ഈ പ്ലാന്റ്സുകൾ പിടിച്ച് കിട്ടാം. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ കൊറിയർ ചാർജ് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് 3 സർവീസ് വഴിയിട്ടാണ് ഡെലിവറി പോസിബിൾ ആയിട്ടുള്ളത്. DTDC വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ പെറ്റ് സർവീസ് വഴിയും. പെറ്റ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് അടുത്ത ഡിസ്ട്രിക്റ്റിലേക്ക് വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. അത് നാഷണൽ ഹൈവേയിലൂടെ മാത്രമായിരിക്കും പോകുന്നത്. അപ്പോൾ നാഷണൽ ഹൈവേയിൽ ചെന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ആ സർവീസ് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിത്ത് പോട്ടേപ്പാടി തന്നെ ഈ പ്ലാന്റ്സുകൾ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇതേ ചട്ടിയോടുകൂടി തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് പ്ലാന്റ്സുകൾ അയക്കുന്ന അന്ന് തന്നെ ഇന്ന് രാവിലെയാണ് കയറ്റി വിടുന്നതെങ്കിൽ ഇന്ന് രാത്രിക്കകം നിങ്ങൾക്ക് ഡെലിവേർഡ് ആവും കേട്ടോ. അതാണ് പെറ്റ് സർവീസ്. നമുക്ക് ഒത്തിരി പ്ലാന്റ്സുകൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്ലാന്റ്സുകളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യം മുതൽ കാണുന്നവർക്ക് മനസ്സിലാകും എങ്ങനെയാണ് നമ്മൾ എല്ലാ ഭാഗങ്ങളും കീപ്പ് ചെയ്യുന്നതെന്നുള്ളത്. കുറേ ചേഞ്ചസ് നമ്മൾ വരുത്താറുണ്ട്. ഇതൊക്കെ നമ്മുടെ യൂസ്ഡ് പോട്ട്സുകളാണ് കേട്ടോ. ഇതൊക്കെ എറണാകുളം ലൊക്കാലിറ്റിയിലുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് എടുക്കാം. കൊറിയർ ചെയ്ത് തരാനായിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ ഓരോന്ന് കൗണ്ട് ചെയ്ത് അയക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കൊറിയേഴ്സ് അയക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ടൈം കളയാനായിട്ട് കിട്ടില്ല കേട്ടോ. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഈ ഒരു സൈഡുണ്ട്. ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സുകൾക്കായിട്ട് സെക്ഷൻ തിരിച്ചേക്കുകയാണ്. ഇൻഡോർ പ്ലാന്റ്സുകൾ ഇപ്പോൾ സ്റ്റോക്ക് വളരെ കുറവാണ്. കാരണം ഇറങ്ങുന്നത് കുറവാണ് പ്ലാന്റ്സുകൾ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോസൊക്കെ തുടർന്ന് ചാനലിലുണ്ടാവും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്രത്യേകം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ ബട്ടണും കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പോകുന്നതിന് മുന്നേ ഒന്നുകൂടി എടുത്ത് പറയുവാണ്, പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല കേട്ടോ. പൂക്കൾ വിരിഞ്ഞ പൂക്കളുണ്ട്, പൊഴിയാറായ പൂക്കളുണ്ട്, അതുപോലെ തന്നെ മുട്ടിട്ട് വരുന്ന ചെടികളുണ്ട് കേട്ടോ. പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോയിലേക്ക് പോവാം. പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ വ്യക്തമായിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസെങ്കിലും ഞാൻ വീഡിയോയിൽ തിരിച്ചും മറിച്ചും കാണിച്ചു തരുന്നുണ്ട്. അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ചെടികളൊക്കെയാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുന്നും നമ്മൾ ഈ പ്ലാന്റ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാന്റുകൾ ചോദിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു സെയിൽസ് വീഡിയോ എന്ന് പറയാം. കാരണം കമ്പാരിറ്റീവ്ലി നമ്മൾ ഇതിനു മുമ്പ് ഈ പ്ലാന്റ്സുകൾ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനേലും റേറ്റ് കുറവിലാണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യണത്. കാരണം അതിനേലും റേറ്റ് കുറവിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നോർമലി നമുക്ക് റേറ്റ് കുറച്ച് കിട്ടുമ്പോൾ മറ്റുള്ള സെല്ലേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കൂട്ടിയിട്ട് സെയിൽ ചെയ്യാൻ അതേ റേറ്റ് തന്നെ സെയിൽ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ നമ്മളുടെ ഓരോ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെ മനസ്സിലൊരു ഇത് അവിടെ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നോക്കാം എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നതുകൊണ്ടിട്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെയിലും എൻ്റെയിലും റേറ്റ് ഡിഫറൻസ് ഉണ്ടാകും. കുറവുണ്ടായിരിക്കാം, കൂടുതലുണ്ടായിരിക്കാം. ഡിപ്പെൻസ് ഓൺ നമുക്ക് കിട്ടുന്ന ഒരു ഇതനുസരിച്ച് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രാവശ്യം ഞാൻ എല്ലാത്തിൻ്റെ റേറ്റുകൾ ഫിക്സ് ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കണ്ട. കാരണം അതിനേലും റേറ്റ് കുറവാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാ പ്ലാന്റ്സിൻ്റെയും ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെയും മാർക്കറ്റ് വാല്യൂവിനേലും റേറ്റ് കുറവിലാണ് കൊണ്ടുവരുന്നത്. അതും റെയർ വെറൈറ്റീസ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്ലാന്റ് തന്നെ ആദ്യം കാണാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോണത് ഒരു ഡീപ്പ് പർപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഐഡിയയിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് കേട്ടോ. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു സൈസാണ് പ്ലാന്റ് വരണത്.
ഇങ്ങനെ അതിങ്ങനെ തൂങ്ങി തൂങ്ങി താഴത്തേക്ക് വരണം. ഇപ്പോൾ താഴത്ത് വെച്ചപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കളർ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. ഡാർക്ക് ഗ്രീനാണ് അതിൻ്റെ ലീവ്സും, അതുപോലെ തന്നെ ഫ്ലവേഴ്സ് വളരെയധികം അട്രാക്റ്റീവാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്നതിൽ കണ്ടോ വളരെയധികം അട്രാക്റ്റീവായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിൻ്റെ. എന്താ ഡീപ്പ് പർപ്പിൾ എന്നാണ് ഇതിൻ്റെ ഐഡി വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 220 220 രൂപയ്ക്ക് നമ്മൾ കൊടുക്കണം കേട്ടോ. കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടോ ഇതാ ഞാൻ പറഞ്ഞതാണ്, ചില പൂക്കൾ വിരിഞ്ഞ് ഇതുപോലെ നിൽക്കുവാണ്. ഇതാ ചിലത് കണ്ട വിരിഞ്ഞ് ഇതുപോലെ വരികയാണ്. അപ്പോൾ പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല, എങ്കിലും നിങ്ങൾക്ക് കാണാം പ്ലാന്റ്സിൻ്റെ സൈസ് കണ്ടോ. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഹൈബ്രിഡ്സ് ആണ് കേട്ടോ. നമ്മൾ സെയിൽ ചെയ്യുന്ന എല്ലാം ഹൈബ്രിഡ്സ് ആണ്. അപ്പോൾ അത് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ സൈസ് ഇങ്ങനെയായിരിക്കും വരിക. ഇതാ പൂക്കളുടെ ഭംഗി ഇതാ ഇങ്ങനെയായിരിക്കും വരിക. ഒരു ഡീപ്പ് ഡീപ്പ് മജന്ത എന്നും പറയാൻ പറ്റില്ല, പർപ്പിൾ എന്നും പറയാൻ പറ്റില്ല. നല്ലൊരു കളറാണ്, നല്ല അട്രാക്റ്റീവ് കളറാണ്. വൈറ്റിൻ്റെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണോ. ഇപ്പോൾ ഇതാ വൈറ്റിൻ്റെ അടുത്ത് വെച്ചിട്ട് തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ്. ലീഫുകൾക്കും വ്യത്യാസമുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 220 220 രൂപയ്ക്ക് ഞാൻ കൊടുക്കണത്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് കേട്ടോ. ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സുകളുടെ സൈസും റേറ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. സീരിയസ്ലി ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് ഞാൻ എപ്പോഴും ചെയ്യാറുള്ള കാര്യമാണ്, ഞാൻ എപ്പോഴും റേറ്റ് കുറവിൽ പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്ന ഒരാളാണ്. അത്യാവശ്യം എന്നാൽ മാർക്കറ്റ് വാല്യൂവിൽ മറ്റുള്ളവർക്ക് കിട്ടുന്നതിൽ ഇതാ ഫയർപാൽ കേട്ടോ. എവർഗ്രീൻ എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റാണ് ഫയർപാൽ. കാരണം ഫയർപാലിൻ്റെ അട്രാക്ഷൻ വളരെയധികം അട്രാക്ഷനുള്ള പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ കണ്ടോ അത്യാവശ്യം 7 ഇഞ്ച് സൈസ് 8 ഇഞ്ച് പോട്ട് സൈസിൽ വരുന്ന അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് കേട്ടോ. ഇങ്ങനെ നിറച്ച ഫ്ലവേഴ്സോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 390 കേട്ടോ. 390 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇതായിരിക്കും സൈസ് വരാം കേട്ടോ. ഓരോന്നും ഓരോ സൈസിലായിരിക്കുന്നത് കണ്ടോ. ഇങ്ങനെയൊക്കെ പ്ലാന്റ്സുകൾ വന്നേക്കണത് കണ്ടോ കേട്ടോ. ഇങ്ങനെയൊക്കെ സൈസ് വന്നിരിക്കുന്നത്. അപ്പം 390 ഇതിൻ്റെ റേറ്റ് വരുന്നത്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇത് അടുത്ത പ്ലാന്റ് റെയറസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റാണ് 3 സ്റ്റാർ. നമ്മൾ ഇതിനു മുമ്പും പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ 3 സ്റ്റാറിന് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. നല്ല വിലയുള്ള ചെടിയാണ് 3 സ്റ്റാർ എന്ന് പറഞ്ഞാൽ. ചെറിയ ഒരു പ്ലാന്റിന് തന്നെ അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഇതിൻ്റെ സൈസും റേറ്റും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് പ്ലാന്റ് വരിക കേട്ടോ. ആദ്യം എല്ലാത്തിൻ്റെ ഒരു വൈറ്റ് കളറ് ഫ്ലവേഴ്സ് ആയിരിക്കും വരണേ. പിന്നീടാണ് അതിൽ നിന്ന് അടുത്ത കളേഴ്സിലോട്ട് ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ കിട്ടുന്നത് അനുസരിച്ച് ഇപ്പോൾ പ്ലാന്റ് ചേഞ്ച് ചെയ്യുക. അത് നിങ്ങളെപ്പോഴും ഓർത്തിരിക്കുക. ഇപ്പോൾ ഇതാ ഈ ഒരു പ്ലാന്റിൽ കണ്ടോ, ഇപ്പോൾ ഇതാ ഇതിങ്ങനെയൊക്കെയായി പ്ലാന്റ് വരണത്. ഇതിലിപ്പോൾ ഇതുണ്ടോ ആ ഒരു കളർ വെരിഗേഷൻ മാറി മാറി വരുന്നതേ ഉള്ളൂ. വൈറ്റ് വരും. ഇതാ കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റ് വന്നേക്കണത്. ഇനിയിപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇതാ ഇങ്ങനെയാണ് പ്ലാന്റ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ അടുത്തതിൽ ഇതാ ഇങ്ങനെയാണ് ഫുൾ ഒറ്റ ഷെയ്ഡ് പോലെ വന്നിരിക്കുന്നത്. പക്ഷേ ഇതാ വ്യത്യാസം കണ്ടോ മാറി മാറി വരും. ഇതാ ഇതിൽ കാണാൻ പറ്റും ഈ ഒരു ഡിഫറൻസ് കേട്ടോ. അപ്പോൾ ഓരോ പ്ലാന്റ്സിലും ഓരോ തരത്തിലാണ് പ്ലാന്റുകൾ ഇരിക്കുന്നത്. എങ്കിലും ഈ പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലോ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റിയ അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ ഓഫർ റേറ്റ് എന്ന് പറയണത് ഇതിൻ്റെ റേറ്റ് 700 കേട്ടോ. 700 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്ന. പ്ലാന്റ് സൈസ് നിങ്ങൾ കാണാം. എല്ലാം ഫ്ലവർ ഇട്ട പ്ലാന്റുകളാണ് കേട്ടോ. എല്ലാ പ്ലാന്റുകളിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വന്ന പ്ലാന്റാണ്. അതാ ദൂരെ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് 3 സ്റ്റാറിൻ്റെ പ്ലാന്റാണ് ആയിരിക്കുന്നത് കണ്ടോ. ഇങ്ങനെയൊക്കെ ആയിരിക്കും സൈസ് വരണത് കേട്ടോ. എന്താ നോക്കൂ ഇതാണ് സൈസ് കണ്ടോ. ഓരോന്നും ഓരോ സൈസിലിരിക്കുന്നത്. ചിലത് നിറയെ ഫ്ലവേഴ്സ് ആയിട്ടുണ്ട്. എങ്കിലും എനിക്ക് 100% ഉറപ്പോട് കൂടി പറയാം, നിങ്ങൾ 3 സ്റ്റാർ പ്ലാന്റ്സിന് മാർക്കറ്റ് വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആയിരിക്കും ഇത്. 700 റുപ്പീസ് കേട്ടോ. 700 രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ്സുകൾ തരണത്. എന്താ ഇങ്ങനെയൊക്കെ ആയിരിക്കും സൈസ് വരാം കേട്ടോ. അത് ഓർത്തിരിക്കുക. ശേഷം മാത്രം പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യട്ടെ. നമ്മൾ ഇതിനു മുമ്പ് പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നല്ല റേറ്റിലുള്ള പ്ലാന്റുകൾ കിട്ടിയിരുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്കൊരു ഇച്ചിരി റേറ്റ് കുറവിൽ കിട്ടിയോണ്ട് തന്നെ നിങ്ങൾക്കും റേറ്റ് കുറവിലാണ് ഞാൻ തരണേ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 700 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇതാ അടുത്ത പ്ലാന്റ് ഗോൾഡൻ സൺഷൈൻ ആട്ടോ. ഗോൾഡൻ സൺഷൈൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 2 വീക്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഈ ഒരു പ്ലാന്റ് ഞാൻ കൊണ്ടുവന്നിട്ട് എനിക്ക് വളരെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയ ഒരു ഐറ്റമാണ് കേട്ടോ ഗോൾഡൻ സൺഷൈൻ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം തന്നെ ഹൈറ്റ് വെച്ചിട്ട് അത് പ്രൂൺ ചെയ്ത്
ഫ്ലവേഴ്സോട് കൂടിയതാ. നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ ബുഷിയായിട്ട് ഫ്ലവേഴ്സോട് കൂടിയിട്ട് ഒരു 8 ഇഞ്ച് പോട്ട് സൈസിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ. ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് 590, 590 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. അത് മാത്രമല്ല നല്ല ഭംഗിയുള്ള പ്ലാന്റുമാണ്. ഇപ്പോൾ ദാ ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എല്ലാ കളേഴ്സും ഒരുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഹൈറ്റ് കുറച്ചൊക്കെയാണ് കണ്ട. എല്ലാ ഭാഗങ്ങളും ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കണ്ടോ, ഓരോ ഭാഗങ്ങളും നമ്മൾ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് തന്നെ നിർത്തുമ്പോൾ ദാ ഇതുപോലെ പുതിയ പുതിയ പൊടിപ്പുകളൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ അത് ഈ ഒരു സൈസിലായിരിക്കും പ്ലാന്റ്സ് ഉണ്ടായിരിക്കുക. സൈസ് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ. 590, 590 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ദാ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണേ കേട്ടോ. കണ്ടോ, പൂക്കളൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റാണ്. ഓരോന്നിലും കാണിക്കാൻ മാത്രം ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. ആ വെരിഗേഷൻസ് അങ്ങനെ നല്ല ഭംഗിയായിട്ട് വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം തന്നെ. അപ്പോൾ വേണ്ടവർ മാത്രം സൈസൊക്കെ കണ്ടതിന് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഗോൾഡൻ സൺഷൈൻ്റെ ആ ഒരു പ്ലാന്റുകൾ വരെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 590 ആണ്. ഇതാ പൂക്കൾ കണ്ടോ, പല കളേഴ്സ്. നമുക്കിപ്പോൾ ഈ ഒരു പ്ലാന്റിൽ തന്നെ എണ്ണാൻ കണക്കിന് കളേഴ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓർത്തിരിക്കട്ടെ, എല്ലാ പ്ലാന്റ്സിൻ്റെ ആദ്യത്തെ ഫ്ലവേഴ്സ് പറയണത് വൈറ്റ് കളറായിട്ടായിരിക്കും. പിന്നീടായിരിക്കും അതിൽ നിന്ന് വ്യത്യാസം പറയണത്. ഈ ഒരു പ്ലാന്റ്സൊക്കെ കണ്ടോ 590 ആണ് കേട്ടോ. അപ്പോൾ ലോങ് വ്യൂ എല്ലാത്തിൻ്റെയും കാണിച്ചു തന്നെ നിങ്ങൾക്ക് സൈസ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് ഗോൾഡൻ സൺഷൈൻ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 590 ആണ് കേട്ടോ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയറസ്റ്റ്, വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. കിട്ടാനില്ല. നിങ്ങൾക്ക് പ്ലാന്റ്സിൻ്റെ ആ ഒരു ഹെൽത്തും ബുഷും ഒക്കെ കാണുമ്പോൾ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. പർപ്പിൾ ടാങ്ലോങ്ങിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ. നമ്മളെ പീച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, റെഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പർപ്പിൾ ടാങ്ലോങ് മാർക്കറ്റിൽ അങ്ങനെ അധികം അവൈലബിൾ അല്ലാത്ത പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ് കൂടിയിട്ടാണ് പർപ്പിൾ ടാങ്ലോങ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആർക്കും അധികം കിട്ടാനില്ല. ഇതിൻ്റെ ആ പൂക്കൾ വരെ കേട്ടോ, ഒരു വിക്കിയ പ്ലാന്റ്സിലെ പൂക്കൾ വരെ ഇട്ട് തുടങ്ങിയ പ്ലാന്റുകളാണ്. ഇതാ കണ്ടോ, ഇലകളും പൂക്കളും നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. നല്ല ബുഷി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെ സ്റ്റെംസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ കണ്ടോ, അത്യാവശ്യം നല്ല ഹാർഡ് സ്റ്റെമ്മിലാണ് ഈ പ്ലാന്റ്സ് ഒക്കെ വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല ബുഷി ആയിട്ടുള്ള കേട്ടോ. ബുഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കടവണ്ണം തന്നെ നല്ലതുപോലെ ഉള്ള പ്ലാന്റുകളാണിതാ. ഈ ഒരു പ്ലാന്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കണ്ടോ, പ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ്. കണ്ടോ, നല്ല കടവണ്ണമൊക്കെ ഉള്ളതാ. ഇങ്ങനെയൊക്കെ പ്ലാന്റ് സൈസ് വന്നിരിക്കുന്നത്. ഓരോന്നും എടുത്ത് കാണിച്ചു തരാനായിട്ട് എനിക്ക് ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോട്ടെ, അല്ലെങ്കിൽ ഞാൻ അതും ചെയ്തേനെ. കണ്ടോ, ഇങ്ങനെ വരാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഫ്ലവേഴ്സ് കിട്ടും, മുട്ടൊക്കെ ഇട്ടാൽ നമ്മുടെ പർപ്പിൾ ടാങ്ലോങ്ങിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് 830, 830 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്, നല്ല രസമാണ്. ഇതിൻ്റെയൊക്കെ റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്, അതൊന്ന് കണ്ടു പോവാം കേട്ടോ. അപ്പോൾ സൈസൊക്കെ കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇതാ നമ്മുടെ ബൊഗൻവില്ലയിൽ അത്യാവശ്യം ഹാങ്ങിങ്ങിൽ സൂക്ഷിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള പ്ലാന്റ്സാണ് ഹവായി പർപ്പിൾ കേട്ടോ. ഹവായി പർപ്പിളിൻ്റെ നല്ല ഭംഗിയുള്ള പർപ്പിളല്ല, ഒരു ലാവൻഡർ എന്ന് പറയാം കേട്ടോ. പർപ്പിൾ ഷെയ്ഡ് എന്നല്ല പറയാൻ പറ്റുക, ലാവൻഡർ ഷെയ്ഡ് ഇട്ട്. എന്നാൽ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ്സാണ്. വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവട്ടെ ഈ ഒരു പ്ലാന്റ്. നല്ല ഭംഗിയാണ്, വെരിഗേറ്റഡ് ആയിരിക്കും ലീവ്സ് വരുന്നത്. അത്യാവശ്യം ഡിമാൻഡുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. ഹവായി വൈറ്റ് പോലെ തന്നെ ഡിമാൻഡുള്ളതാണ്. കാരണം ഇതിങ്ങനെ കണ്ടോ, ഇലകളും ഉണ്ടെങ്കിൽ ഇല കാണാതെ പൂക്കൾ വരണ ഒരു കാറ്റഗറിയാണ്. ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 460 ആണ് ഇതിൻ്റെ റേറ്റ് വരണത്. ഞാൻ കാണിച്ചു തരാം. ചെറിയ സൈസ് കേട്ടോ. ഈ ഒരു സൈസ് പ്ലാന്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം കവറിൽ പിടിപ്പിച്ചതിന് ശേഷം പോട്ടിലേക്ക് മാറ്റിയ ചെടികളാണ്. അപ്പോൾ ഓൾറെഡി ആ കവറിൽ പിടിച്ചിരിക്കുന്ന മണ്ണ് ഇതിൻ്റെ കടയിൽ റൂട്ടുമായിട്ട് സെറ്റായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ പോട്ടിങ്ങിനും ബുദ്ധിമുട്ടുണ്ടാവില്ല, അയക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല, പിടിച്ചു കിട്ടാനും അത്രത്തോളം തന്നെ ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. വളരെ ഇതിനു മുമ്പ് പാക്ക് ചെയ്ത് നമ്മൾ ഹവായി വൈറ്റൊക്കെ വിട്ടപ്പോഴും നമുക്ക് മനസ്സിലായൊരു കാര്യമാണ്, എല്ലാത്തിനും കടയിൽ ആദ്യം പിടിപ്പിച്ചിരിക്കുന്ന കവർ സൈസ് മണ്ണുകൾ അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഉണ്ടോ, ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത്. ചെറിയ സൈസാണ് കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് വരിക. ഇതിൻ്റെ റേറ്റ് 460 ആണ്, 460 ആണ്. വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇനിതാ അടുത്ത മാർക്കറ്റ് വാല്യൂ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ് ബിദാതിരി. ബിദാതിരിയുടെ അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ്സ് കേട്ടോ. ബിദാതിരിയൊക്കെ മാർക്കറ്റ് വാല്യൂ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇന്ന് നമ്മൾ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്ലവേഴ്സ് ഇട്ട പ്ലാന്റ്സുകളാണ്. പക്ഷേ കുറേ ഫ്ലവേഴ്സൊക്കെ പൊഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വിക്കിയതിൽ ഇപ്പോഴും ഫ്ലവറുകൾ കാണാൻ പറ്റും കേട്ടോ. ബിദാതിരിയുടെ റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. നല്ല റേറ്റിംഗ് ഉള്ള പ്ലാന്റ് തന്നെയാണ് ബിദാതിരി. ബിദാതിരിയുടെയും ഇതുപോലെ തന്നെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് നല്ല ഹാർഡ് സ്റ്റെമ്മിൽ പിടിപ്പിച്ചിരിക്കുന്നതാ. ലോങ് വ്യൂ ആണ്. ബിദാതിരി അത്യാവശ്യം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് കണ്ടോ. ആദ്യത്തെ പൂക്കളെല്ലാം പൊഴിഞ്ഞതിൻ്റെ ഉള്ളിൽ വീണിട്ട്
ഇതാ രണ്ടാമത് മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റാണ്. ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് 690, 690 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇഷ്ടം പോലെ പ്ലാന്റ്സ് നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20-25ഓളം പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഇപ്പോൾ കണ്ടോ നിറച്ച് ഫ്ലവേഴ്സോട് കൂടിയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് കേട്ടോ. ആ ഫ്ലവേഴ്സോട് കൂടി തന്നെ വാങ്ങിക്കുക എന്നുള്ളതാണ്. പക്ഷേ കണ്ടോ ഫ്ലവേഴ്സ് പൊടിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ മുട്ടുകളും കാര്യങ്ങളൊക്കെ വരണമുണ്ട് കേട്ടോ. ഇങ്ങനെ നിൽക്കുന്നത് ഏറ്റവും റേറ്റ് കുറവാണ് 690, 690 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അരുണ റെഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു ഐഡിയയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതും എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് ഹാങ്ങിങ്ങിൽ വെക്കാനായിട്ടാണ് കേട്ടോ. ഇനി നമുക്കിങ്ങനെ തൂങ്ങി വളരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് വരുന്നത്. താഴത്തേക്ക് ആയിരിക്കും ഇതിൻ്റെ കവറുകൾ വരുന്നത്. അത്രയും ഭംഗിയായിട്ട് വരുന്നത്. ഇതിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഒരു എന്താ പറയുക ഒരു പ്രത്യേക തരം കളേഴ്സാണ് കേട്ടോ ഇതിൽ. പിങ്ക് ഉണ്ട്, ലൈറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡും ഉണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്നത്. ഇപ്പോൾ എല്ലാത്തിലും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടോ ഇങ്ങനെ ബുഷിയായ പ്ലാന്റുകളും ഫ്ലവേഴ്സോട് കൂടിയിട്ടാണ് വന്നേക്കുന്നത്. ചിലതൊക്കെ ഭയങ്കര ഹെവി കണ്ടോ പൂക്കൾ പൊഴിയുന്നുണ്ട്. ചിലതൊക്കെ നല്ല ഹെവി ബുഷിയായിട്ടാണ് വന്നേക്കുന്നത്. കണ്ടോ ഇങ്ങനെയൊക്കെയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് 350, 350 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യട്ടെ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റിയാണ്. ഇതൊക്കെ ഹൈബ്രിഡ്സ് ആണ്. ഹൈബ്രിഡ്സൊക്കെ ഇത്രയും ഫ്ലവേഴ്സോടുകൂടിയും അതായത് വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നത് വളരെ റേറ്റ് കുറവിലാണ് കേട്ടോ. അത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അരുണ റെഡ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 കേട്ടോ. 350 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്ത് ലിമിറ്റഡ് സ്റ്റോക്കാണ്. നമ്മുടെ അടുത്ത് എന്തോ 10 പീസോ മറ്റേ ഉള്ളൂ. വേണ്ടവർ വേഗം കോൺടാക്ട് ചെയ്യുക കേട്ടോ. ചിലത് കണ്ടോ നല്ല ഹാർഡ് സ്റ്റെമ്മിൽ വന്നിട്ട് പ്രൂൺ ചെയ്തിരിക്കുകയാണ് കവറുകൾ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ പൂക്കൾ കണ്ടിട്ടാ പൂക്കൾക്ക് ഗ്യാരണ്ടി ഇല്ല ഞാൻ എടുത്ത് പറയൂ കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത പ്ലാന്റ് പറയുന്നത്. ഇതിൻ്റെ റേറ്റ് വരെ 350. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇതടുത്തത് ബ്രിസ പിങ്ക് ആണ് കേട്ടോ. ബ്രിസ പിങ്കിൻ്റെ അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഇരിക്കുന്ന പ്ലാന്റ്സുകളിൽ ഏറ്റവും ഹൈറ്റ് കൂടി ഏറ്റവും ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ്. ഇത് ഞാൻ ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. എല്ലാവർക്കും ഇതുപോലെ തന്നെ ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നമ്മൾ അയച്ചു കൊടുത്തിരിക്കുന്നത്. 950 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 950 റേറ്റ് വരുന്നത്. അത്യാവശ്യം എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ. ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലിതാ മുട്ടുകളൊക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ. ഇതാ ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ട് ഓൾറെഡി കണ്ടോ. ഇങ്ങനെയായിരിക്കും ഫ്ലവേഴ്സ് വരട്ടെ. ഇതിൻ്റെ ഇലകളും പൂക്കളും ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ബ്രിസയുടെ എല്ലാ ഐറ്റംസും അങ്ങനെയൊക്കെ തന്നെയാണ്. അതിൻ്റെ ഇലകൾക്കും പൂക്കൾക്കും ഒരു പ്രത്യേക കണ്ടോ. ഇതാണ് അതിൻ്റെ വിരിഞ്ഞ് വരണത്. ഇങ്ങനെ വന്നിട്ടാണ് പിന്നീട് പതിയെ ഒരു കളർ ചേഞ്ചിലേക്ക് വരുന്നത്. ആ പൊഴിയാറാകുമ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പിലേക്ക് വരും. ഇതാണ് കണ്ടോ. ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 950 കേട്ടോ. വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അടുത്തത് ഒത്തിരി ഡിമാൻഡുള്ളൊരു ഐറ്റമാണ് സുവർണ കേട്ടോ. സുവർണയുടെ അത്യാവശ്യം എന്താ നോക്കിക്കുക നിങ്ങൾ. നല്ല ഫ്ലവേഴ്സോടുകൂടി വന്നിരിക്കുന്നത് കണ്ടോ. ഗോൾഡൻ സുവർണ എന്നൊക്കെ പറയൂ കേട്ടോ. ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്നതാ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ. ഓരോ കളേഴ്സ് ഉണ്ട്. വൈറ്റ്, യെല്ലോ കണ്ടോ. ആദ്യം എന്താ ഇതുപോലെ വൈറ്റ് ആയിട്ടായിരിക്കും വരണത്. പിന്നീട് അതിൽ നിന്നാണ് ആ ഒരു കളർ ചേഞ്ചിലേക്ക് മാറണായിട്ട് ആ പ്ലാന്റ്സ് കണ്ടോ ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ സുവർണ. അപ്പോൾ സുവർണയുടെ ഏകദേശം എന്താ ദൂരെ നിന്ന് വ്യൂ കാണിച്ചു തരാം. നല്ല ഹാർഡ് സ്റ്റെമ്മിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സുകളാണ് നമുക്ക് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സുവർണയുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് 550, 550 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ്സുകൾ കൊടുക്കുന്നത് കേട്ടോ. വേണ്ടവർ വേഗം കോൺടാക്ട് ചെയ്യുക. ലിമിറ്റഡ് സ്റ്റോക്കാണ്. സൈസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓരോന്നും. ഇതുണ്ടോ ഇങ്ങനെയൊക്കെയാണ് നല്ല ഹാർഡ് സ്റ്റെമ്മിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്ലാന്റ്സ് വരുന്നത് കേട്ടോ. എന്താ എല്ലാ പ്ലാന്റ്സും എടുത്ത് കാണിച്ചു തരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്ത്തായി പോകും. അതുകൊണ്ട് കേട്ടോ കാണിച്ചു തരാത്തത് കണ്ടോ. ഇങ്ങനെയൊക്കെ സൈസ് വരണത് വിത്ത് ഫ്ലവേഴ്സോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 550 ആണ്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അത്യാവശ്യം നമുക്കൊരു 10-18 പ്ലാന്റോളം സുവർണയുടെ സ്റ്റോക്കിലുണ്ട് കേട്ടോ. കുറച്ച് മാത്രം നമുക്ക് ചില്ലി പിങ്ക് കേട്ടോ. ചില്ലി പിങ്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ് ആണ്. അത് മാത്രമല്ല അങ്ങനെ ചില്ലി വെറൈറ്റീസിൽ ചില്ലി യെല്ലോ, ചില്ലി റെഡ്, ചില്ലി ഓറഞ്ച്, ചില്ലി ഐസ്ക്രീം ഒക്കെ നമ്മളെ കൊണ്ടുവന്നിട്ടില്ല. ചില്ലി പിങ്ക് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ചില്ലി പിങ്കിൻ്റെ കുറച്ച് പീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ല ബെസ്റ്റ് ഹാങ്ങിങ് വെറൈറ്റീസ് ഉണ്ട്. ഈ ചില്ലി ഐറ്റംസ് എല്ലാം തന്നെ കണ്ടോ ഇങ്ങനെയായിരിക്കും പ്ലാന്റ്സ് വരുന്നത് കണ്ടോ. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പൂക്കൾ വരണത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 450 കേട്ടോ. 450 രൂപയാണ്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഇതാ ചില്ലി യെല്ലോ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാ ഹാങ്ങിങ്ങിലുള്ളത് 450 ആണ് ഇതിൻ്റെ റേറ്റ് വരണത്. ഒത്തിരി കവറുകളോടും പൂക്കളോടും കൂടിയിട്ടാണ് നിൽക്കുന്നത്.
കണ്ടോ, ഇതൊക്കെ ചില്ലി യെല്ലോൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വേണ്ട ചില്ലി ഐറ്റംസ് വേണ്ടവർക്ക് ചോദിക്കുക കേട്ടോ. ചില്ലി ഐറ്റംസ് നമ്മുടെ അടുത്ത് കവർ സൈസും ഉണ്ട്, അല്ലാതെ ഉണ്ട്. അതെല്ലാം കൂടി ഞാൻ ഇന്നിപ്പോൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇത് നമ്മുടെ ചില്ലി ഓറഞ്ചാണ് കേട്ടോ പറഞ്ഞത്. നമ്മളത് 390 കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ചില്ലി ഐറ്റംസിൻ്റെ കവറും ഉണ്ട് കേട്ടോ, നമുക്ക് വേണ്ടവർക്ക് ചോദിക്കുക കേട്ടോ. ഇത്രയും പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം റെയർ വെറൈറ്റീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയൊരു ഡ്രീമായിരുന്നു ബൊഗൻവില്ല പ്ലാന്റ്സിൽ ഇങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത്. കാരണം താഴത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു കസ്റ്റമേഴ്സ് നേരിട്ട് വരുമ്പോഴായിരുന്നു ബുദ്ധിമുട്ട്. കാരണം അവർക്ക് നോക്കിയെടുക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനിയും പ്ലാന്റ്സുകൾ നമുക്ക് കയറ്റാനുണ്ട് കേട്ടോ ഒത്തിരി. അതൊക്കെ നമ്മൾ കയറ്റി കുറച്ചും കൂടിയും കൊറിയേഴ്സൊക്കെ പോയി കഴിയുമ്പോൾ ഇത്തിരി കൂടി സ്പേസ് കിട്ടും. ഇത്തിരി കൂടെ അറേഞ്ച്ഡായിട്ട് ചെയ്യണം എന്നുണ്ട്. ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് ചെയ്തുകൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ വന്നേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് എങ്കിലും വീഡിയോയിൽ കാണിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല. പക്ഷേ ഒരു ഡൗട്ടും ഇല്ലാണ്ട് വിത്തൗട്ട് എനി ചേഞ്ച്, ഒരു ചേഞ്ചും ഐഡിയയിലില്ലാണ്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സെയിം പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ തരാൻ പറ്റുന്നുള്ള 100% കോൺഫിഡൻസോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യണേ. അത്രയധികം സപ്പോർട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നും ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, നമ്മുടെ കഴിഞ്ഞൊരു സെയിൽസ് വീഡിയോയിൽ വിന്നറിനെ തിരഞ്ഞെടുത്തില്ലെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ഓപ്ഷൻ ആയിരുന്നു, വേറെ ഒന്നും ഞാൻ വെച്ചിട്ടില്ല. 5 പേർക്ക് നമ്മൾ ഗിഫ്റ്റ് പറഞ്ഞിരുന്നത്. മാക്സിമം കമൻസ് വരട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ 2 ആഴ്ചത്തോളം വെയിറ്റ് ചെയ്ത്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ഷോർട്സ് ആയിട്ട് വീഡിയോ ആയിട്ട് തന്നെ അതിൻ്റെ വിന്നേഴ്സിനെ അറിയിക്കൂടെ. കാര്യം വെച്ചാൽ ടൈം കിട്ടാത്തതുകൊണ്ടിട്ടാണ്. ഇപ്പോൾ തന്നെ ഇന്നും കൊറിയേഴ്സിന് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അയക്കാനായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്കൊരു സമയപരിമിതി കുറവായതുകൊണ്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ അതൊന്നും ചെയ്യാത്ത കേട്ടോ. പക്ഷെ നമ്മൾ ഒരിക്കലും വീഡിയോ ഇട്ടിട്ട് വിന്നറിനെ തിരഞ്ഞെടുക്കാതിരിക്കുകയോ അവർക്ക് അയച്ചു കൊടുക്കാതിരുന്നിട്ട് ഇല്ല. നമ്മൾ ഷോർട്സ് ആയിട്ട് ആരെയും കാണിക്കാറില്ല എന്നുള്ളൂ. ഏതൊക്കെ വിന്നേഴ്സിന് ഇതിനു മുമ്പ് തിരഞ്ഞെടുത്തിട്ടുണ്ടോ അവരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും പ്ലാൻസുകൾ സേഫായിട്ട് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പ്ലാൻസുകൾ വേണ്ടവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാം റെയർ വെറൈറ്റീസാണ്. മാക്സിമം ഓഫർ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ തുടർന്നും ഉടനെ തന്നെ അടുത്ത വെറൈറ്റീസ്, അടുത്ത ഇതുപോലെ തന്നെ റെയർ ആയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് കൊണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെയിൽസ് വീഡിയോ പുറകെ ഉണ്ടാവും. അപ്പോൾ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക്